എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സെയോർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടുകൾ മെയ് 22-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉച്ചയ്ക്ക് 3 മണിയോടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ A+ ലഭിച്ച സ്കൂളുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ ഏത് ജില്ലയിലാണ് കൂടുതൽ വിജയ ശതമാനം, അതുപോലെ തന്നെ സംസ്ഥാനത്തെ +2 വിജയ ശതമാനം എത്രയാണ്, അതുപോലെ തന്നെ ഈ ഒരു +2വിൻ്റെ സേ പരീക്ഷയുടെ അപേക്ഷ എപ്പോഴാണ്, ഇതുപോലുള്ള വിവിധ കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭിക്കുന്നതാണ്. റിസൾട്ട് ലഭിക്കുന്ന വെബ്സൈറ്റുകൾ results.hsc.kerala.gov.in എന്നുള്ള പുതിയ വെബ്സൈറ്റ്, അതുപോലെ തന്നെ results.kite.kerala.gov.in, അതുപോലെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ PRD ലൈവ് വെബ്സൈറ്റ്, അതുപോലെ തന്നെ സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ iExam മൊബൈൽ ആപ്ലിക്കേഷൻ, ഇവ വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ +2വിൻ്റെ പരീക്ഷാഫലം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു +2വിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, ഈ ഒരു D+ അല്ലെങ്കിൽ DO കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു +2വിൻ്റെ പരീക്ഷ തോക്കുമോ ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു D+ DO കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് C ഗ്രേഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു +2 തോക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു രീതിയിൽ ഗ്രേഡ് നൽകുന്നത് കമ്പൈൻഡ് സ്കോറിനാണ്. കമ്പൈൻഡ് സ്കോർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1ൻ്റെയും +2വിൻ്റെയും ടോട്ടൽ സ്കോറിനാണ് ഈ ഒരു രീതിയിൽ ഗ്രേഡ് കണക്കാക്കുന്നത്. അതായത് ആകെ സബ്ജക്റ്റിൻ്റെ 2 വർഷത്തെ, അതായത് +1ൻ്റെയും +2വിൻ്റെയും ടോട്ടൽ മാർക്ക് കൂട്ടുന്ന സമയത്ത് 200 വരിക. അപ്പോൾ ഈ ഒരു 200-ൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നോക്കിയിട്ടാണ് അത് A+ ആണോ അല്ലെങ്കിൽ A ഗ്രേഡ് ആണോ, ഏതാണ് ആ ഒരു സബ്ജക്റ്റിന് ഓവറോളായിട്ട് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു A+ കിട്ടാനും അതുപോലെ തന്നെ A+ മുതൽ ഈ ഒരു E ഗ്രേഡ് വരെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് D+ഉം Dയും കിട്ടിക്കഴിഞ്ഞാൽ തോക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട് ഈ ഒരു 200-ൽ 150 മുതൽ 200 വരെ കിട്ടിയാൽ മതി. അതുപോലെ തന്നെ 160 മുതൽ 179 വരെ കിട്ടിയാൽ A ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ 140 മുതൽ 159 വരെ കിട്ടിയാൽ B+ ഗ്രേഡ് കിട്ടും. 120 മുതൽ 139 വരെ കിട്ടിക്കഴിഞ്ഞാൽ B ഗ്രേഡ് കിട്ടും. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് 100 മുതൽ 119 വരെ കിട്ടിയാൽ C+ ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 80 മുതൽ 99 വരെ കിട്ടിക്കഴിഞ്ഞാൽ C ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ 60 മുതൽ 79 വരെ മാർക്ക് കിട്ടിയാൽ D+ ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ 40 മാർക്കിന് താഴെ അതായത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ E ഗ്രേഡ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് C+ മുതൽ, അതായത് ഈ ഒരു C+ മുതൽ ഈ ഒരു D ഗ്രേഡ് വരെ 30%, അതായത് ഈ ഒരു TE സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30% ഓഫ് TE മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതുപോലെ ഇവിടെ ഡിയുടെ ഭാഗത്ത് TE സ്കോർ ലെസ് ദാൻ 30% ഓഫ് TE മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു C+ മുതൽ D+ വരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അത്രയും മാർക്ക് അത്രയും ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും 2 വർഷത്തെ TE സ്കോർ 30% ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30%മോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഡിയുടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ലെസ് ദാൻ 30% ഓഫ് TE മാക്സിമം, അതായത് TE വേണ്ട സ്കോർ 30%-നും താഴെ ആയതുകൊണ്ടാണ് DE ഗ്രേഡ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള അർത്ഥം എന്താണെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് D+ കിട്ടിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതായത് C+ കിട്ടിക്കഴിഞ്ഞാലും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് C കിട്ടിക്കഴിഞ്ഞാലും, അതല്ലെങ്കിൽ D+ കിട്ടിക്കഴിഞ്ഞാലും D കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കാനും സാധ്യതയുണ്ട്, തോൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു തോൽക്കാനും ജയിക്കാനും സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, ഈ ഒരു C+, Cയോ അല്ലെങ്കിൽ D+, Dയോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തോൽക്കാനുള്ള സാധ്യത? കാരണം ഈ ഒരു നല്ലൊരു ഗ്രേഡാണ് കിട്ടിയത്, അപ്പോൾ എങ്ങനെ ആ ഒരു വിദ്യാർത്ഥി തോൽക്കാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡൗട്ടിൻ്റെ കാര്യം പറയാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 100 മുതൽ 119 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു വിദ്യാർത്ഥിക്ക് C+ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു C+ കിട്ടുന്നതിനായിട്ട് നമുക്ക് എത്ര മാർക്ക് വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 വേണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കെമിസ്ട്രിയുടേതെടുക്കാം. കെമിസ്ട്രി ആകുമ്പോൾ നിങ്ങൾക്കറിയാം, അതായത് ജസ്റ്റ് കെമിസ്ട്രിയുടേതെടുക്കാം. കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് 60 മാർക്കിലാണ് +1 വരുന്നത്. അതുപോലെ 60 മാർക്കിൽ തന്നെയാണ് +2വിൻ്റെയും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ വരുന്നത് +2വിൻ്റേത് 40-ലാണ്. അതുപോലെ തന്നെ 2 വർഷത്തെ ഓരോ 20 മാർക്ക് വീതമുള്ള CE മാർക്കും
ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും 200 മാർക്ക് ടോട്ടലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 200 മാർക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ കെമിസ്ട്രിയുടേത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ +1 പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു 10 മാർക്കാണെന്ന് വിചാരിക്കുക. +2 പരീക്ഷയിൽ ഒരു 15 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്രാക്ടിക്കൽ പരീക്ഷയിൽ അതായത് 40 മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് 40 മാർക്ക് എന്നുള്ളത് പകരം നമുക്ക് ജസ്റ്റ് ഒരു 39 മാർക്ക് അല്ലെങ്കിൽ 35 മാർക്ക് വരാം. അപ്പോൾ 35 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ CE തന്നെയായിരുന്നു സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇത് ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും എന്ന് നോക്കാം. അതായത് 20ഉം 20ഉം 40 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ 40ഉം 35ഉം 75 കിട്ടി. അപ്പോൾ 75ഉം 15ഉം ഏകദേശം 75ഉം 15ഉം കൂട്ടുന്ന സമയത്ത് 80ഉം 90 കിട്ടി. 90ഉം 100 മാർക്ക് കിട്ടി. അതായത് 100 മാർക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടലായിട്ട് 2 വർഷത്തെ ടോട്ടൽ സ്കോർ നോക്കുന്ന സമയത്ത് 100 മാർക്ക് ഉണ്ട്. അപ്പോൾ 100 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ റേഞ്ച് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ 100 മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ 100 മാർക്കിൻ്റെ റേഞ്ച് വരുന്നത് C+ ഗ്രേഡാണ്. ആ ഒരു വിദ്യാർത്ഥിക്ക് C+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു C+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി തോൽക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ആ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ് ഇവിടെ +1 കിട്ടിയത്. +2 കിട്ടിയത് 15 മാർക്കാണ്. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് ഒരു വർഷം ഒന്നുകിൽ 18 മാർക്ക് ഓരോ വർഷം നേടിയിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ 2 വർഷത്തെ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 10ഉം 15 മാർക്കും മാത്രമേ ഉള്ളൂ. അതായത് ഇത് കൂട്ടുന്ന സമയത്ത് ആകെ 25 മാർക്ക് മാത്രമേ ഉള്ളൂ. അതായത് 36 മാർക്കില്ല. അതായത് ഒരു വിദ്യാർത്ഥിക്ക് മികച്ച മാർക്ക് ലഭിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു വിദ്യാർത്ഥിക്ക് മിനിമം ആയിട്ടുള്ള അതായത് TE മാർക്കിൽ ജയിക്കാനായിട്ട് TE മാർക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു TE മാർക്ക് ഇനത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷത്തെ എന്ന് പറയുമ്പോൾ +1 ആൻഡ് +2 ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ മാത്രം കിട്ടിയിട്ടുള്ള മാർക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 36 മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് +1ൻ്റെയും +2ൻ്റെയും ടോട്ടൽ TE മാർക്ക് അതായത് പരീക്ഷയുടെ മാർക്ക് കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. TE മാർക്ക് എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതിയിട്ട് 60 മാർക്കിൽ കിട്ടുന്നത് 2 വർഷത്തെ +1ഉം +2ഉം ടോട്ടൽ TE മാർക്ക് കൂട്ടുന്ന സമയത്ത് ഈ ഒരു 36 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ TE മാർക്ക് +1 ആൻഡ് +2 കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാം 80 മാർക്കിലാണ് പരീക്ഷ ഉണ്ടാവുക. അതായത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 80 മാർക്കിലാണ് പരീക്ഷ ഓരോ വർഷം ഉണ്ടാവുക. +1ന് 80 മാർക്ക്, അതുപോലെ തന്നെ +2ന് 80 മാർക്ക്. അതായത് 20 മാർക്ക് CE ഉണ്ട്. ഇതോടൊപ്പം +2ൻ്റെ 80 മാർക്ക്, അതുപോലെ 20 മാർക്ക് CE എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 23 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത്, +1ന് കിട്ടിയത്. എന്നാൽ 20 മാർക്ക് ഫുൾ CE തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് TE മാർക്കാണ്, അതുപോലെ തന്നെ ഇത് CE മാർക്കാണ്. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതായത് ഇത് CE മാർക്കാണ്. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു സെക്കൻഡ് ഇയറിലും ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 23 മാർക്കാണ്. അതുപോലെ തന്നെ CE മാർക്ക് 19 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതായത് ഇത് TE മാർക്ക്, അതുപോലെ തന്നെ ഇത് CE മാർക്ക്. TE എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ മാർക്ക്, അതുപോലെ തന്നെ CE എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക്. അപ്പോൾ ഇവിടെ ജയിക്കാനായിട്ട് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് TE മാർക്ക് മാത്രമാണ്. ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ TE മാർക്കും ടോട്ടൽ കൂട്ടിയിട്ടാണ് ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിഗണിക്കാം. അപ്പോൾ ഇത് കൂട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മാർക്ക് കൂട്ടുന്ന സമയത്ത് അതായത് 23ഉം 23ഉം 46, 46ഉം 20ഉം 66. അപ്പോൾ 66ഉം 76, 76ഉം 80ഉം അതായത് 85 മാർക്ക് ആ ഒരു വിദ്യാർത്ഥി കിട്ടും. അപ്പോൾ ആ ഒരു 85 മാർക്ക് കിട്ടുന്ന സമയത്ത് അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് ടോട്ടലായിട്ട് 85 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ 85 മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്കോർ വരുന്നത് ടോട്ടൽ സ്കോർ 80 മുതൽ 99 വരെ കിട്ടുന്ന ആ ഒരു വിദ്യാർത്ഥിക്ക് C ഗ്രേഡാണ് കിട്ടുക. അതായത് ഇവിടെ C ഗ്രേഡ് കിട്ടിയതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ കാണിക്കാം. അതായത് C ഗ്രേഡാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടെ 80 മുതൽ 89 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 85 മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് C ഗ്രേഡാണ് കിട്ടുക. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഓവറോൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് നോൺ
നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉണ്ടാവുക. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ്, 80 മാർക്കിലാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ജയിക്കാനായിട്ട് മിനിമം ജയിക്കാനായിട്ട് വേണ്ടത് ഈ ഒരു 48 മാർക്കാണ് 2 വർഷത്തെ ടോട്ടൽ മാർക്കായിട്ട് TE മാർക്കിനത്തിലോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് അർഹതയുള്ളവർക്ക് ഗ്രേസ് മാർക്കും TE മാർക്കും ഉൾപ്പെടെ ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് +1 കിട്ടിയത് 23 മാർക്കാണ്, പരീക്ഷയിൽ +2നും 23 മാർക്കാണ് കിട്ടിയത്. +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത സമയത്തും പ്രത്യേകിച്ച് മാർക്കിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി ഏകദേശം 2 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ആ ഒരു വിദ്യാർത്ഥി തോൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു വിദ്യാർത്ഥി റിസൾട്ട് നോക്കുന്ന സമയത്ത് C ഗ്രേഡാണ്, ഓവറോൾ ഗ്രേഡ് എന്ന് പറയുന്നത് C ഗ്രേഡാണ്. എന്നിരുന്നാലും വിദ്യാർത്ഥി ഈ ഒരു ഹയർ സെക്കൻഡറിക്ക് ശേഷമുള്ള തുടർ പഠനത്തിനായിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുന്നില്ല. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നിങ്ങൾക്ക് ഈ ഒരു C+ഓ അല്ലെങ്കിൽ CO അല്ലെങ്കിൽ D+ഓ DO കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കില്ല, തോൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഇതിൽ 2 ഇയർ ആയിട്ട് അതായത് 2 വർഷത്തെ മാർക്കിനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക് മാത്രം ഉള്ളവർ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയുടെ മാർക്കാണ് TE മാർക്ക്. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകും. ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഈ ഒരു TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും ഉൾപ്പെടെ ടോട്ടൽ കൂട്ടിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ മാർക്ക് മാത്രം, ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കും പരീക്ഷയുടെ മാർക്കും ഉൾപ്പെടെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് TEO അല്ലെങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ TE മാർക്ക് പ്ലസ് ഗ്രേസ് മാർക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ +1 +2 ടോട്ടലായിട്ട് 36 കിട്ടിയിട്ടുണ്ടായിരിക്കണം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥി ഈ ഒരു +2 പരീക്ഷ ജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് C+ ആയാലും C ആയാലും D+ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യതയുമുണ്ട്, ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നിങ്ങൾക്ക് TE മാർക്കോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന് അർഹതയുള്ളവർക്ക് TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആവശ്യമുള്ളത്. 30% കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ സബ്ജക്റ്റിൻ്റെ 30% മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. 30% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ 30% എന്ന് പറയുന്നത്, അതായത് 30% എന്ന് പറയുന്നത് ഈ ഒരു 24 മാർക്കാണ്. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ 30% 18 മാർക്കാണ്. അപ്പോൾ ഇത് 2 വർഷത്തേക്ക് കൂട്ടുന്ന സമയത്ത് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ്, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 24 ജയിക്കാൻ വേണ്ടത്. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 18 മാർക്കുമാണ് വേണ്ടത്. ഇത് 30% മാർക്കാണ്. അപ്പോൾ ഇത് 2 വർഷത്തേക്ക് മാർക്ക് വരുന്ന സമയത്ത് 80 × 2 വരും, അതായത് 160ലാണ് 2 വർഷത്തെ മാർക്ക് വരിക. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 120ലാണ് മാർക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ 30% എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ആദ്യത്തിൻ്റെ ഡബിൾ ആണ് വരിക, അതായത് 48 മാർക്കും അതുപോലെ തന്നെ 120 ആകുമ്പോൾ അതിൽ 36 മാർക്കുമാണ് ഇതിൻ്റെ 30% മാർക്കായിട്ട് വരിക. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾ നേടിയാൽ മാത്രമേ, അതായത് 160ൽ നിങ്ങൾക്ക് 48 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു 120ൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് +1ൻ്റെ റിസൾട്ട് സെപ്പറേറ്റ് ആയിട്ടും +2ൻ്റെ റിസൾട്ട് സെപ്പറേറ്റ് ആയിട്ട് കോളം കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ കമ്പൈൻഡ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് കോളം, അതുപോലെ തന്നെ ഓവറോൾ ഗ്രേഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കോളം കൂടി കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക് നോക്കുക. അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടിയിട്ട് ഈ ഒരു 36 60ൽ കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഗ്രേസ് മാർക്കുള്ളവർ ഗ്രേസ് മാർക്കും TE മാർക്കും കൂട്ടി നോക്കുക. TE മാർക്ക് മാത്രമുള്ളവർ TE മാർക്ക് മാത്രം നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 ഇല്ലെങ്കിൽ അത് തോറ്റതായിട്ട് മനസ്സിലാക്കാം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക്, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 48 മാർക്ക് കമ്പൈൻഡ് സ്കോറിൽ TE മാർക്കിനത്തിലോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത +2ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്ത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് വിദ്യാർത്ഥികളുടെ ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്.
കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ D+ അല്ലെങ്കിൽ സിയോ C+ ഒക്കെ കിട്ടുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ജയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കാറുണ്ട്. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഏത് സബ്ജക്റ്റിലാണ് തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. അതേസമയം നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ കമ്പൈൻഡ് സർട്ടിഫിക്കറ്റിൽ, അത് കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ റിസൾട്ടിൽ +1 +2 അതുപോലെ കമ്പൈൻഡ് സ്കോർ, അതുപോലെ കമ്പൈൻഡ് സ്കോറിൽ ഗ്രാൻഡ് ടോട്ടൽ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് ടോട്ടൽ അതുപോലെ തന്നെ ഓവറോൾ ഗ്രേഡ് എന്നുള്ള കോളംസ് ഉണ്ടാവും. അതിൽ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക്, അതായത് നിങ്ങൾ പരീക്ഷ മാത്രം എഴുതി ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർ TE മാർക്ക് മാത്രം നോക്കിയിട്ട് ഈ ഒരു 60-ൽ 36 80-ൽ 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഈ ഒരു 48 ഉണ്ടോ, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണ് തോറ്റത് എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ +2വിൻ്റെ സേ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് മെയ് 23-ാം തീയതിയോടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.